രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ജനാധിപത്യത്തെയും മതേതരത്തെയൊക്കെ തകർത്ത് കളയുന്നതിനുള്ള ഒരു ചുവടുവെപ്പായ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ ചർച്ച പൂർത്തീകരിച്ച് ബില്ല് പാസാക്കാനുള്ള തകൃതിയായ ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ബില്ല് ജനാധിപത്യത്തിന്റെ എല്ലാ വഴക്കങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും സംഘപരിവാരം ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും മത ന്യൂനപക്ഷങ്ങളുടെയും മറ്റിതര വിഭാഗങ്ങളുടെയും ശക്തമായ എതിർപ്പ്, പ്രതിഷേധം അവഗണിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷണം കൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെയും അതിന് നയിക്കുന്ന പാർട്ടിയുടെയും ഒക്കെ സ്വഭാവമനുസരിച്ച് ഇത് പാസ്സായി വരും. ഈ ബില്ല് പാസ്സായി വന്നാൽ ഒരു കാരണവശാലും ഈ നിയമം അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ വാർത്താ സമ്മേളനം. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ്, മൊത്തം സമൂഹ വിരുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് എല്ലാ സംവിധാനങ്ങളും പാർട്ടി ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ നിയമജ്ഞരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഈ നിയമം പാസാക്കിയെടുക്കുകയാണെങ്കിൽ ശക്തമായി അതിനെ നിയമപരമായി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സമാന മനസ്കരായ ആളുകളുമായി കഴിഞ്ഞ 1-2 മാസക്കാലമായി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളും ഒക്കെയായി സഹകരിപ്പിച്ചുകൊണ്ട് വലിയ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുവാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ നിയമം എന്തുകൊണ്ടാണ് ഇത്രയും നിർബന്ധ ബുദ്ധിയോടുകൂടി വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് എന്നത്. മുസ്ലിങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള അവരുടെ വിശ്വാസപരമായ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സംരംഭമാണ്. പക്ഷെ ഇതിന്റെ പ്രയോക്താക്കള് ഒരിക്കലും മുസ്ലിങ്ങൾ മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗവും എന്നല്ല, മനുഷ്യരടക്കമുള്ള പച്ചക്കരലുള്ള മുഴുവൻ ജീവികളുടെയും ക്ഷേമത്തിന്, ഐശ്വര്യത്തിന്, നന്മയ്ക്ക് വേണ്ടി വിശ്വാസി അവൻ ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് ദൈവപ്രീതിയും പരലോക മോക്ഷവും കാംക്ഷിച്ചുകൊണ്ട് മാറ്റിവെക്കുന്ന സ്വത്താണ് വഖഫ് എന്ന്. ഇതിന്റെ പ്രയോജനം ഞാനീ എല്ലാ വിഭാഗങ്ങൾക്കുമാണ്. നമ്മളിത് കുറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്ന നിങ്ങൾക്ക് അരോചകമായി തോന്നും. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സംഘപരിവാരനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നതല്ല. ഈ സമൂഹ നന്മയിലധിഷ്ഠിതമായ മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ ഏറ്റവും വലിയ ശത്രുവായ നമ്പർ 1 ശത്രുവായ മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ മഹത്തായ ജീവകാരുണ്യ സംരംഭത്തെ വെച്ചു പൊറുപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അതിനെ തകർക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തിന്റെ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സാംസ്കാരിക, ചരിത്ര, സാമ്പത്തിക അസ്തിത്വം, ഭദ്രത എന്ന് പറയുന്നത്. സാംസ്കാരികമായും സാമ്പത്തികമായും അവരെ നശിപ്പിച്ചു കളയുവാൻ ഇത്
ഈ ബില്ല് കൊണ്ട് ഉന്നം വെക്കണം.